പാർട്ടി എടുക്കുന്ന തീരുമാനം അനുസരിച്ചല്ലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിൽ പാർട്ടി തീരുമാനം അനുകൂലമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വേറെ ഇപ്പം അങ്ങനെ വ്യത്യസ്തമായി പറയുന്ന സമയമായിട്ടില്ലല്ലോ. നിങ്ങളെപ്പോലെയുള്ളവർ പലരും പറയുമ്പോൾ മറുപടി പറയാൻ പറ്റുന്ന ഉത്തരവാദിത്തമുള്ളവരല്ല ഞാൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നും പാർട്ടിയുടെ തീരുമാനങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടി ഇതുവരെ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. പറയുന്ന പക്ഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വരെ നമ്മുടെ ആലോചന പാർട്ടി എടുക്കുന്ന തീരുമാനം എപ്പോഴും മറ്റുള്ള പാർട്ടികൾ വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI എന്ന് പറയുമ്പോൾ വളരെ സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു വ്യത്യസ്തമായ സമയം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിലാണ് പലരും. ഞാൻ പരിഗണിക്കുക അതുള്ളൂ അർഹത അത് പിന്നെ പാർട്ടിയല്ലേ പറയുന്ന അർഹത ഉണ്ടെന്ന് ഇപ്പോൾ പാർട്ടി പറഞ്ഞല്ലോ. 2ാം ടൈം വരെ മത്സരിക്കാൻ ഭാര്യ മാറ്റുന്നില്ല എന്ന് പറയേണ്ടായി. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞ പാർട്ടിയിലെ റിപ്പോർട്ടൊക്കെ വായിക്കേണ്ടായി. പിന്നെ പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യപ്പെട്ടു. വേറെ നിർദ്ദേശങ്ങളില്ല. നിർദ്ദേശങ്ങൾ പറയുമ്പോൾ ഇതനുസരിച്ച് 2ാം ടൈം ഓക്കെ എപ്പോൾ വേണമെങ്കിലും സംസ്ഥാന കൗൺസിലിനെ മാറ്റാനുള്ള അധികാരമുണ്ട്. അല്ല, ഞാനിത് പണ്ടേ തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ചേർപ്പ് പഞ്ചായത്ത് പണ്ടെല്ലാം അങ്ങനെ ചില സമീപനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ തന്നെ അവിടെയുള്ള മണ്ഡലം കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുത്തത് തന്നെ വളരെ ജാഗ്രതയോടെയാണെന്നാണ് അവിടുത്തെ വിഷയം ഉണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നണം കേട്ടോ. ഞാനത് അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളെന്നെ വിളിച്ച് ഞാൻ പറയും. ഇവിടെയല്ല ഞാൻ പറയാമ്പോൾ ഞാൻ നിങ്ങളുടെ തൃശ്ശൂർ ഉണ്ടാവും. അല്ലാണ്ട് പിന്നെ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ എൻ്റെ അകത്ത്. നേരെ വെച്ചാൽ ഞാൻ ഇപ്പോഴും എന്താ പറയുക പാർട്ടി എടുക്കുന്ന നിലപാടിനോട് യോജിച്ച് പോകുന്ന കൂടുതൽ. കാരണം ചില കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനല്ലോ എന്താണ് അങ്ങനെ ഒരു നിലപാട്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി തന്നെ നമ്മളതിൽ പരിശോധിക്കുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവരെ വെച്ച് ഒരുപാട് മോശപ്പേര് കേട്ടതിൻ്റെ ശേഷമാണ് അവരെ പാർട്ടി തന്നെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് അല്ല വേറെ ആളെ കൊണ്ടുവരാൻ വെച്ചാൽ ഓക്കെ ഇതല്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയിട്ടാണ് എന്നെ ആക്കിയത്. എന്നിട്ട് അവരെ കുറിച്ച് കുറേ ബാഡ് ഇംപ്രഷൻ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒക്കെ ഉണ്ടെന്നേ ഒക്കെ ഉണ്ട്. അത് പിന്നെ കുറേ കഴിയുമ്പോൾ ഞാനടക്കം പറയാൻ തയ്യാറാവണ സാഹചര്യം വരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിച്ചിട്ട് പറയാം. ഇതിനകത്തുള്ള കാര്യമുള്ളൂ. ഇപ്പോൾ പലർക്കും 3ാമത്തെ ടൈം വരെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂരാണെങ്കിലും നാട്ടിലും മറ്റേ കയ്പങ്കുളത്ത് മത്സരിച്ച ആളാണെങ്കിൽ 3ാമത്തെ തവണ മത്സരിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. 8 തവണ മത്സരിച്ച CC മൂന്നിന് എന്താണ് അയോഗ്യത? ഇത് പാർട്ടി പറയട്ടെ. അപ്പോഴല്ലേ നമുക്ക് വ്യത്യസ്തമായി പറയാൻ കഴിയുള്ളൂ. പാർട്ടി അതെടുത്ത് തീരുമാനം പറയട്ടെ എന്താണ് അയോഗ്യത പറയുന്നത്. അപ്പോൾ ആ യോഗ്യത നോക്കിയിട്ട് നമുക്ക് എൻ്റെ മറുപടി പറയാമല്ലോ. അത്രയല്ലേ പറയാൻ കഴിയുള്ളൂ. വേറെ വ്യത്യാസമായിട്ട് പറയാനൊന്നുമില്ല എൻ്റെ അകത്ത്. അതൊക്കെ പോകുന്നത് എന്തായാലും ഇതുവരെ ജീവിച്ചില്ലേ. ആ ജീവിതം ആ രീതിയിൽ തന്നെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പം നിങ്ങൾക്ക് പറയേണ്ട സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ പറയാം അത് ഭംഗിയായിട്ട്. നമ്മളിതുവരെ ഇതിൻ്റെ അകത്ത് നിന്നുല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മളതൊക്കെ ആവുന്ന രീതിയിൽ പറയാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇല്ലല്ല, ആരും ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ബന്ധപ്പെടുമ്പോഴല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്താണ് എൻ്റെ. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ വ്യത്യസ്തമായ പാർട്ടിയോട് ചോദിക്കാനുണ്ട്. അപ്പോൾ അതായിട്ട് മുന്നോട്ട് പോകും. ഉണ്ടാകുമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിൽ ആ തർക്കമില്ല. തന്നില്ലുണ്ടോ ഉണ്ടാവും. സ്ഥാനാർത്ഥിട്ടുണ്ടാവും. അതിൽ തർക്കം വേറെ മാർഗമില്ലല്ലോ. അപ്പം അതിലൊക്കെ പിന്നെ ഇപ്പം പറയേണ്ട സാധനം ഞാൻ പറഞ്ഞു. ഇപ്പം പറയേണ്ട സമയമായിട്ടില്ല. സമയമാകുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകും. അവർ എന്നേക്കാളും കൂടുതൽ സാമ്പത്തികം മേടിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സ്ത്രീയാണ് അവൾ. പണ്ട് നമ്മൾ ചൂണ്ടലിടുമ്പോൾ പറയില്ലേ വേറെ കുത്തി കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ പറ്റുന്ന ഒരു വ്യക്തിന്. എനിക്കിപ്പോൾ ഈ 5 വർഷം കൊണ്ട് തോന്നിയിട്ടുള്ള കേസ് അതാണ്. എനിക്ക് 10 രൂപ പാർട്ടിക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതവരിപ്പോൾ എൻ്റെ ഒരു കുറവായിട്ട് കണക്കാക്കുന്നു. പിന്നെ എന്നിട്ട് പാർട്ടി അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ശേഷിയായിട്ട് ചിലപ്പോൾ സ്റ്റേറ്റിൽ വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് മേടിച്ചു കൊടുക്കാൻ കഴിവുള്ള സ്ത്രീയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക പദ്ധതിയുള്ളവരെ കൊണ്ടുവരിക, രക്ഷപ്പെടുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇപ്പം തോന്നിയത് വന്നപ്പോൾ തോന്നിയതാണ്. മുറിവേറ്റിട്ടുണ്ട്. പാർട്ടി നിലപാട് എടുക്കുമ്പോൾ ഇന്നലെ വരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് മുറിവ് ഇത് സംഭവിക്കുമ്പോൾ തോന്നില്ല മനസ്സിൽ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എൻ്റെ അകത്ത്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല.
ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പലരും ഇന്നലെ തൊട്ട് എന്നെ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം, പാർട്ടി എന്താണെന്ന് പറയുന്ന അറിയണ്ടേ. പാർട്ടിയില്ല ഞാൻ, വേറെ വ്യത്യാസമൊന്നും അല്ലല്ലോ, എൻ്റെ അകത്ത് ഒരു വ്യത്യാസമായിട്ടില്ല. വരുമ്പോൾ നമ്മൾ പറയേണ്ട സമയം പാർട്ടിയിൽ ഇനി തുടരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതെനിക്ക് അങ്ങനെ വരുമ്പോൾ എന്തായാലും ഉണ്ടാവില്ല. ആ പാർട്ടിയുടെ പോളിസി അനുസരിച്ച് നമ്മൾ അങ്ങനെ ഒരു ധിക്കാരപര സമയം പോകുമ്പോൾ എന്തായാലും എന്നേക്കാളും ഞാൻ പറയുന്നതിനേക്കാളും മുമ്പ് പാർട്ടി തന്നെ ചിലപ്പോൾ വേറെ ആലോചിച്ച് നടപടിയൊക്കെ ചെയ്യിച്ചെന്ന് വരാം. അത് അതിനേക്കാൾ മുമ്പ് ഞാൻ സ്വീകരിക്കും നടപടി, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസം ഇല്ല വേറെ മാർഗമൊന്നുമില്ല. നമ്മളിപ്പോഴും പുറച്ച് നിൽക്കുകയാണ് പാർട്ടിയുടെ അകത്ത്, തർക്കമൊന്നുമില്ല അതിൻ്റെ അകത്ത്. പക്ഷെ നിലപാടുകളൊക്കെ വ്യത്യാസമായിട്ട് വരുമ്പോൾ പറയണ്ടേ. ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം നിങ്ങൾ വന്നപ്പോൾ തോന്നുകയാണ് അവരൊക്കെ വരാൻ സാധ്യത എത്രയോ ആൾക്കാർ വേറെ ഉണ്ട്. ഇപ്പോൾ പാർട്ടി ടൈം അനുസരിച്ച് വരുമ്പോൾ ഇവർ തന്നെ വേണമെന്നില്ലല്ലോ. അപ്പോൾ അതിൽ ഊന്നൽ നൽകുന്നത് എന്താ? സാമ്പത്തികമാണ്. അതെന്നെ കൊണ്ട് തീരെ പറ്റില്ല, ഇപ്പോഴും പറ്റില്ല. പണ്ട് എന്നോട് പറഞ്ഞ് നമ്മൾ ചോദിച്ചാൽ തന്നെ 10 രൂപ തരാതെ അവർ ചോദിക്കുമ്പോൾ ഇഷ്ടംപോലെ കാശ് കൊടുക്കുന്ന മേഖലയിൽ. അതെനിക്ക് 2 സ്ഥലത്ത് പോയി പിരിക്കാൻ ഞാൻ മനസ്സിലായി, അത്രേ ഉള്ളൂ. അപ്പോൾ സാമ്പത്തിക ബാധ്യത ഇറക്കുന്നവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകലാണ്, അത്രേ ഉള്ളൂ. ഇനി കൂടുതൽ പറിച്ച് നിങ്ങളിങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ട.